എൻ്റെ പേര് ബിജിമോൾ VS എന്നാണ്. ഞാൻ താമസിക്കുന്നത് ബത്തേരി കല്ലൂര് നഗരഞ്ചാൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് ഒരു 3 വർഷത്തിന് മുന്നേ ഒരു അലോപേഷ്യ വന്നിട്ടുണ്ടായിരുന്നു. അതായത് വട്ടത്തിൽ മുടി കൊഴിച്ചിൽ എന്നാണ് അതിന് പറയുന്നത്. അത് 1.5 വർഷത്തോളം ഞാൻ ആകെ ബുദ്ധിമുട്ടി ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയിരുന്നു. പിന്നെ പല സ്ഥലത്തായിട്ട് പല വട്ടങ്ങളിലായിട്ട് 50 പൈസ വട്ടത്തിൽ മുടി കൊഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയ വട്ടായി, അതായത് ചെവിയുടെ തൊട്ട് മോൾ ഭാഗത്ത് ഫുള്ളും എന്റെ പോയിരുന്നു. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. അതായത് ഞാന് ബത്തേരി, അതായത് കൽപ്പറ്റ എന്നീ സ്ഥലങ്ങളിലെ ആയുർവേദം, ഇംഗ്ലീഷ് മരുന്ന് എന്നിവ മൊത്തം ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഭേദമായിട്ടുണ്ടായിരുന്നില്ല. എന്റെ അനിയത്തിയുടെ മോൻ പറഞ്ഞു, ഇങ്ങനെ കണ്ണൂര് ഒരു ഡോക്ടറുണ്ട്, വിജയൻ മാസ്റ്റർ ഡോക്ടർ ഉണ്ട്, അവിടെ പോയിട്ട് മരുന്ന് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അലോപേഷ്യ എന്ന രോഗമാണിത്, കുറെ നാളായല്ലോ വന്നിട്ട്. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുറെ വർഷങ്ങളായി വന്നിട്ട് 1.5 വർഷത്തോളം ഞാൻ വീട്ടിലിരിക്കായിരുന്നു. അങ്ങനെയാണ് ഡോക്ടർ എനിക്ക് മരുന്ന് തരുന്നത്. മരുന്ന് കൃത്യമായിട്ട് കഴിച്ചാൽ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറി മുടി പഴയതുപോലത്തെ സ്ഥിതിയിലേക്ക് എത്തുമെന്ന് 100% ഗ്യാരണ്ടിയോട് കൂടിയാണ് എന്നെ വിടുന്നത്. അങ്ങനെ ഞാൻ മരുന്നുകൾ കഴിച്ചു. മരുന്നുകൾ ഉള്ളിലും തന്നു, പുറത്തുള്ള മരുന്ന് തേച്ചു. അതിനുശേഷം എനിക്ക് 4 മാസം കൊണ്ട് സ്റ്റാർട്ടിങ് മുടി കൊഴിച്ചിൽ മാറി സ്റ്റാർട്ടിങ് എനിക്ക് തുടങ്ങി. ചെറുതായി മുടി, ചെറിയ മുടി വന്നു തുടങ്ങി. അതിനുശേഷം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഫുൾ വരാത്തത് കൊണ്ട്. പിന്നെ ഞാൻ കാത്തിരുന്നു. ക്രമേണ ഞാൻ എന്താ പറയാ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയ സമയത്ത് ഞാൻ ഷോൾ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങേണ്ടി വന്നു. എനിക്ക് ഷോൾ ഇട്ട് പണിക്ക് പോകണം, അതുകൊണ്ട് എനിക്ക് ഷോൾ ഇടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഒരു 4 മാസത്തിന് ശേഷം മുടി ചെറുങ്ങനെ വന്നു തുടങ്ങിയതിന് ശേഷം ഞാൻ ഷോൾ ഇട്ട് പുറത്തിറങ്ങി. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ഫുൾ കവറിങ് മുടി, തലയോട്ടിൽ ഫുൾ കവറിങ് ആയി. നല്ല തിക്കുള്ള മുടിയാണ് എനിക്ക് വന്നത്. അതായത് അത് നല്ല ഉറപ്പുള്ള മുടി, നല്ല ബ്ലാക്ക് മുടിയാണ് എനിക്ക് വന്നത്. അതിനുശേഷമാണ് ഞാൻ ഹാപ്പി ആയത്. കാരണം ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സഹിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട്, എനിക്ക് പൈസയുടെ പരിമിതികൾ ഉള്ളത് കൊണ്ട്, എനിക്ക് ബുദ്ധിമുട്ട് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ വലിയ ഡോക്ടർമാരുടെ അടുത്ത് നമുക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിജയ മാസ്റ്റർ അടുത്തേക്ക് ഞാൻ പോയത്. വിജയ മാസ്റ്റർ 100% ഗ്യാരണ്ടി പറഞ്ഞു, തീർച്ചയായിട്ടും വരുമെന്ന് എന്നോട് പറഞ്ഞു. വിജയ മാസ്റ്ററോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കാരണം വിജയ മാസ്റ്റർ കാരണമാണ് എനിക്ക് മുടി തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും, നമ്മുടെ പാവങ്ങളും പണക്കാരും ഒന്നുമില്ല, എല്ലാവരും അവിടെ പോയി മരുന്ന് മേടിക്കുക. ചെറിയ പൈസയുള്ള അവിടെ, ചെറിയ പൈസയുള്ള നല്ല മരുന്നാണ്, 100% ഗ്യാരണ്ടിയാണ്. പിന്നെ ഒരു കാര്യം കൂടി, കൃത്യമായി മരുന്നും തേക്കുകയും കൃത്യമായി മരുന്ന് കഴിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുടി ഉണ്ടാവുള്ളൂ. വെറുതെ വാരി തേച്ചിട്ട് മുടി കാര്യമില്ല. വൈകുന്നേരം നന്നായി മസാജ് ചെയ്യാം. മസാജ് നല്ലോണം ചെയ്തതിന് ശേഷം നമ്മൾ തലയോട്ടി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ നമ്മൾ കഴുകിക്കളയാം. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും 100% ഉറപ്പാണ് മുടി വരും. കാരണം എനിക്ക് വന്നതാണ്, ഞാനാണ് അതിന്റെ ഗ്യാരണ്ടി. കാരണം എനിക്ക് അത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ എനിക്ക് ജോബിന് പോകാം, പുറത്തു പോകാം, ഒരു ഫംഗ്ഷന് പോകാം. പക്ഷേ എനിക്ക് ഫംഗ്ഷനൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഞാൻ. കാരണം നാണക്കേട് കൊണ്ട് പലരും പല രീതിയിൽ നമ്മളോട് പറയും, ഇതെന്താണ് എന്നോട് പല രീതിയിൽ പറയുമെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ക്യാൻസർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഞാൻ തകർന്നിരുന്നു. കാരണം അവർക്കറിയില്ല, പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനത്തെ അലോപേഷ്യയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഡോക്ടറെ അടുത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പോവുക, എല്ലാവരും മരുന്ന് പോയി വാങ്ങുക. 100% ഗ്യാരണ്ടിയാണ്. ഡോക്ടറെ പരമാവധി കണ്ട് മരുന്ന് വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് തേക്കുക, ഉള്ളിൽ കഴിക്കുക. തീർച്ചയായിട്ടും മുടി വരുന്നതാണ്, ഉറപ്പായിട്ടും മുടി വരും. അതിന് ഒരുപാട് നന്ദിയുണ്ട് വിജയ മാസ്റ്ററോട്. ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. വിജയ മാസ്റ്റർ നേരിൽ എനിക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 2-3 പ്രാവശ്യം എന്റെ മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സാഹചര്യത്താൽ എനിക്ക് വരാൻ പറ്റിയില്ല. കാരണം ഞാൻ വാടകയ്ക്കാണ്, ഞാൻ വേറെ ആരുമില്ല എന്റെ കൂടെ ഹെൽപ്പിന്. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്, സാറിനെ കാണുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല. ഇനി എവിടെയും